ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബ്രെഡ് നിറച്ചതാണ്. നോമ്പിനൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ്. തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് കൂടി അറിയിക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം നമുക്ക് ബ്രെഡ് നിറച്ചതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായതിനു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ മസാലക്ക് ആവശ്യമായിട്ടുള്ളത് ചേർത്താൽ മതി. പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിവിടെ 3 മീഡിയം സൈസ് ഉള്ളിയും 3 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉള്ളിയായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വന്ന ശേഷം വേണം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച ചിക്കൻ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മുട്ട കൂടി പുഴുങ്ങിയെടുക്കാം. അപ്പോൾ മുട്ട നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട്. മുട്ട നമ്മളിവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. നമുക്കത് തോല് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ മുട്ട നിറക്കാൻ വേണ്ടിയിട്ട് പാവ് പാനാണ് എടുത്തിട്ടുള്ളത്. പാവ് തന്നെ കുറച്ചൊരു കട്ടിയുള്ള പാവ് തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് മസാല ഫിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മസാലയും പകുതി മുട്ടയും കൂടിയിട്ട് വേണം നമ്മൾ ഇതിൽ ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പം മസാല എല്ലാം നമ്മളിവിടെ നിറച്ചിട്ടുണ്ട്. ഇനി അതിന് ഒരു പകുതി മുട്ടയും കൂടി വെച്ചിട്ട് വേണം അതിൻ്റെ ബാക്കിൽ മസാല നിറച്ചിട്ട് അതിൻ്റെ ബാക്ക് ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള എല്ലാം കൂടി ഇതേപോലെ തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇഫ്താറിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൂടി അറിയിക്കുക. നമ്മളെ ബ്രെഡെല്ലാം മസാല വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് അതേപോലെ ചെയ്തിട്ടെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക. ഇഫ്താറിന് വൈകുന്നേരങ്ങളിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി റെസിപ്പിയാണിത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് കൂടി നോക്കണം. ബാക്കിയുള്ള കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് മസാല ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം. ഇനി നമ്മളിതൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഒട്ടിച്ചിട്ട് ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ടുള്ള മുട്ടയും കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ടിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് വേണം അതിലേക്ക് 4 സൈഡും മുക്കിയെടുത്തതിന് ശേഷം ഫ്രൈ പാനിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മുട്ടെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതേപോലെ 4 സൈഡും മുട്ടയിൽ മുക്കിയെടുത്തതിന് ശേഷം വേണം ഫ്രൈ പാനിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ട് ഒട്ടിക്കിട്ടും. മുട്ടേൻ്റെ ഒരു പസപ്പുണ്ട്. അപ്പം ബാക്കിയുള്ള ബ്രെഡും കൂടി നമുക്ക് ഇതേപോലെ മുട്ട തേച്ച് പിടിപ്പിച്ച് ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുവാൻ വേണ്ടിയിട്ട്. അതൊരു ബ്രൗൺ കളർ ആയി വരുന്നത് വരെ വേണം നമുക്ക് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ. മുട്ട
ഇട്ടാലും നല്ല ഇതായിട്ട് പിടിച്ച് വന്നിട്ട് നമുക്ക് 3 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം 4 ഭാഗവും വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ ബ്രെഡ് നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൂടി നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണും വരെ ഗുഡ് ബൈ.